ഏട്ടാ എന്താ ഇപ്പൊ കിടക്കണേ? എനിക്ക് ചായ വേണോ? എനിക്ക് ചായ കാപ്പി നമ്മുടെ പോടും. ഒരു കട്ടൻ ചായ തരട്ടെ? വേണ്ടാന്ന്. ഇപ്പൊ എന്തിനാ കിടക്കണേ? എന്തിനാ ദേഷ്യപ്പെടണേ? എന്താ നിനക്ക് ഇപ്പൊ എന്താ കിടക്കണേ? ഇപ്പൊ പിന്നെന്താ? ഞാൻ എന്ത് വേണം പിന്നെ? നോക്കിയേ നോക്ക്. എന്താണ് പറയേ? ഒച്ചെടുത്താ ഞാൻ പറയില്ല. എന്താ കാര്യം പറ. എനിക്കൊരു ചുമന്ന സാരി വേണം. ചുവന്ന സാരിയോ? ചുവന്ന സാരി നിനക്കുണ്ടല്ലോ. അതല്ല, പട്ടുസാരി. എന്ത്? ചുമന്ന പട്ടുസാരി വേണം. ചുവന്ന പട്ടുസാരി എന്തിനാത്? നമ്മുടെ കുഞ്ഞമ്മയുടെ അവിടെ കല്യാണത്തിന് പോണ്ടേ? വലഞ്ഞു നിന്റെ ഒരു കുഞ്ഞമ്മമാരുടെ. ഇത് ഏത് കുഞ്ഞമ്മയാണിത്? ഇവിടെ വന്ന് വിളിച്ചത് ഓർമ്മയില്ലേ? ഏയ്, നിനക്ക് ഇത്രയും കുഞ്ഞമ്മമാരുണ്ടെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ നിന്നെ കല്യാണം കഴിക്കാൻ തന്നെ മെനക്കിടില്ലായിരുന്നു. ഏട്ടാ കളിക്കല്ലേ ചുമ്മാ. അവരിവിടെ വന്ന് വിളിച്ചതല്ലേ, പോണം. നീ പൊക്കോ. ചുമന്ന സാരി വേണം. സാരി പുതിയത് എടുത്തിട്ട് എന്റെ മോള് പോകൂല കേട്ടാ. അതെന്താ അങ്ങനെ പറയണേ? കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിച്ചിട്ടുള്ള സാരി ഉണ്ട്, അത് ചോപ്പാ, അത് എടുത്തിട്ട് പോയാൽ മതി. ഏട്ടാ ആ സാരി ഉടുക്കാൻ പറ്റില്ല. എന്താ അത് എടുത്താ കുഴപ്പം? ആ സാരി ഉടുത്തോണ്ട് ആ കല്യാണത്തിന് പോയപ്പോ എല്ലാവരും കണ്ടില്ലേ? അതിന് അതേ കല്യാണത്തിന് വന്നവര് തന്നെ ഈ കല്യാണത്തിനും വരുന്നേ. എന്റെ കയ്യിൽ പൈസ ഇല്ല. അവിടെ ചെല്ലുമ്പോ എല്ലാരും ചോദിക്കും, ഭർത്താവിന് ഗവൺമെന്റ് ഉദ്യോഗമായിട്ട് എന്താ പഴയ സാരി എടുത്തോണ്ട് വന്നേന്ന്. എനിക്കതിന് പ്രശ്നമില്ലാന്ന്. എനിക്ക് നാണമുണ്ട്. നിനക്ക് കാണേണ്ടത് നന്നായി. വേണമെങ്കിൽ എടുത്ത് വെക്കോ. എന്റെ കയ്യിൽ പുതിയ സാരി വാങ്ങാൻ പൈസ ഇല്ല. അങ്ങനെ പറഞ്ഞ അങ്ങനെ തന്നെ. ഞാൻ പിന്നെ ആരോട് പോയി പറയൂ? നീ ആരോടും പോയി പറഞ്ഞു? അങ്ങനെ ആരോടെങ്കിലും പോയി പറയാൻ വേണ്ടിട്ടല്ലല്ലോ എന്നെ ഇങ്ങോട്ട് കെട്ടിച്ചു വിട്ടത്. ജമന്തി, നീ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് വെറുതെ വഴക്കിന് നിൽക്കണ്ടാട്ടാ. ഞാൻ വഴക്കിന് വന്നല്ലോ. എന്റെ കയ്യിൽ പൈസ ഇല്ലാന്ന് ഇപ്പൊ സാരി വാങ്ങിക്ക. ഇതെന്താ നിനക്ക് പറഞ്ഞ മനസ്സിലാവാത്തത്? ഇത് എന്റെ കാര്യത്തിന് മാത്രം നിങ്ങൾക്ക് ഒന്നും സമയമില്ല, പൈസ ഇല്ല. പിന്നെ നിന്റെ കാര്യങ്ങളൊക്കെ ആരടി ഇവിടെ നടത്തല്? നിന്റെ കാര്യങ്ങൾ ആരാ ഇവിടെ നടത്താറ്? ഞാനിവിടെ പാട്ട് പാടിക്കൊണ്ടിരിക്കാന്നല്ലാതെ ഒരു കാര്യം നടക്കില്ല. എനിക്ക് ആരാ നടത്തണെന്ന് പറ. നിന്റെ കാര്യങ്ങൾ ആരാ നടത്തുന്നത് ഇവിടെ? നിനക്ക് നാവില്ലേ? അതെ, ഞാൻ പറയുന്ന സമയത്ത് ഏട്ടൻ വല്ലതും സാധിച്ചു തരാറുണ്ടോ? ഇല്ലല്ലോ. ഏട്ടന് തോന്നുമ്പോ എന്തെങ്കിലുമൊക്കെ ചെയ്യും. എന്നിട്ട് ആരെ നടത്തണെന്ന് വെച്ചാൽ എന്ത് പറയാനാ? ഈ കാര്യത്തിൽ നീ അതിന് മെനക്കെടണ്ട. സാരി കിട്ടില്ല, എന്റെ കയ്യിൽ പൈസ നോക്കില്ല. അത് ഞാൻ പറഞ്ഞതാണ്. അല്ലെങ്കിൽ എന്റെ കാര്യങ്ങൾക്ക് ചെലവാക്കാൻ സമയവും ഇല്ല, പൈസ ഇല്ല. എനിക്ക് നല്ലോണം അറിയാം. ഇപ്പൊ എന്തിനാ താല്പര്യം എനിക്കറിയാം. നിങ്ങളുടെ ഓഫീസിൽ ആ പെണ്ണിന്റെ കൂടെ ആശുപത്രി പോവാനും കോഫി ഷോപ്പ് പോവാനൊക്കെ സമയം ഉണ്ടായിരുന്നല്ലോ. നീ വെറുതെ എന്താ വെറുതെ? സത്യല്ലേ? നിങ്ങൾ പോയില്ലേ? എന്തിനാടി പോയത്? എന്തിനാ പോയെന്ന് ആർക്കറിയാം? എന്തിനാ പോയത് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ? നിങ്ങൾ പറയണ വിശ്വസിക്കാനല്ലേ എനിക്ക് പറ്റുള്ളൂ. ജമന്തി, നിന്നോട് ഞാൻ പറഞ്ഞത് ആ കുട്ടിയുടെ അച്ഛൻ അസുഖമായിട്ട് ഹോസ്പിറ്റലിൽ കിടക്കുമ്പോ ബ്ലഡ് കൊടുക്കാൻ പോയെന്നാ ഞാൻ പറഞ്ഞത്. ആ കൊച്ചിന്റെ അച്ഛൻ ആശുപത്രി കിടക്കുമ്പോ നിങ്ങൾക്ക് സമയമുണ്ടല്ലോ. എന്റെ അച്ഛൻ എത്രയോ തവണ ഇവിടെ ക്രിട്ടിക്കലായിട്ട് കിടന്നിട്ടുണ്ട്. അപ്പോഴൊക്കെ ഞാൻ ഇവിടുന്ന് ഒറ്റയ്ക്ക് ഓടണം. എന്റെ കൂടെ വരാൻ പോലും സമയമില്ല. ഇപ്പൊ ബ്ലഡ് കൊടുക്കാനും മരുന്ന് മേടിക്കാനും എല്ലാത്തിനും നിൽക്കാൻ സമയമുണ്ട്, പൈസയുണ്ട്. ഞാൻ നിന്റെ ആരടി? ഞാൻ നിന്റെ ആരാണ്? ആ ബോധ്യം നിങ്ങൾക്ക് വേണം. എനിക്ക് നല്ല ബോധ്യമുണ്ടടി, അതുകൊണ്ടാ ഞാൻ ചോദിച്ചത്. എനിക്ക് നല്ല ബോധ്യമാണ് ഞാൻ ചോദിച്ചത്. ബോധ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്യില്ല. നീ ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതൊന്നുമല്ല. ഞാൻ ഒരുപാട് കാലമായിട്ട് സഹിച്ചുകൊണ്ടിരിക്കുകയാണ്. നിന്റെ നാവുണ്ടല്ലോ, നാവ് നന്നല്ല കേട്ടാ. അത് കുറച്ചൊക്കെ അടക്കി നിർത്താൻ പഠിക്കും. സത്യം പറയുമ്പോ നാവ് നന്നല്ല എന്ന് പറഞ്ഞു. എന്ത് സത്യടി? ആരെവിടെ കളവ് പറഞ്ഞത്? ഞാനാ കളവ് പറഞ്ഞത്? പിന്നെ നിങ്ങൾ കണ്ട പെണ്ണുങ്ങളെ കൂടെ പോണത് സത്യല്ലേ? എന്റെ ദൈവം, പോടും. ഈ വക വർത്താനം പറഞ്ഞിട്ട് എന്റെ മുമ്പിൽ വന്നു കഴിഞ്ഞാൽ കൊണ്ണിയാൻ അടിച്ചു പൊട്ടിക്കൂട്ടാ. എഴുതി പോയ മൂന്ന് നിങ്ങൾക്ക് ഇപ്പൊ എന്നെ അടിക്കാനൊക്കെ തോന്നുന്നു, എനിക്കറിയാം. ജമന്തി എഴുന്നേറ്റ് പൊക്ക നീ എന്നെ മൂന്ന്. നിനക്ക് അതാ നല്ലത്. ഞാനിപ്പോ പോയാൽ നിങ്ങളുടെ പ്രശ്നമൊക്കെ തീരോന്ന്. എടി, എനിക്കൊരല്പ സമാധാനം താ. നീ ഇനിയിപ്പോ ഞാനായിട്ട് നിങ്ങളുടെ സമാധാനം കളയണല്ലോ. ഞാൻ പോയാൽ തീരുമല്ലോ നിങ്ങളുടെ സമാധാനം. നീ ഒന്ന് പോവോ? എന്റെ മുമ്പ് പോവോ? അത് നിനക്ക് എന്തെങ്കിലും തരണോ? അപ്പൊ നിങ്ങൾക്ക് ഇനി എന്നോട് സംസാരിക്കാൻ താല്പര്യമില്ല? നിങ്ങളെ സംസാരിക്കാൻ താല്പര്യമില്ല. അങ്ങനെയാണെങ്കിൽ എന്താണ്? ഞാനെന്താ നിന്റെ അടിമയോ? അല്ല, എന്തെങ്കിലും കാര്യങ്ങൾ വേണം പറഞ്ഞു കഴിഞ്ഞാൽ അതങ്ങ് അന്നേരം അങ്ങ് ചെയ്തു കൊടുക്കണം. എല്ലാപ്പോഴും മനുഷ്യന്മാരെ കൊണ്ട് അങ്ങനെ പറ്റുമോ? വേണ്ടേ, നിങ്ങൾ എനിക്ക് ഒന്നും ചെയ്തു തരണ്ട. ഞാൻ പൊക്കോളാം, മതിയല്ലോ. നിനക്ക് വെറുതെ എന്റെ കയ്യിൽ ഇപ്പൊ കിട്ടുകെട്ടാ. നീ ഇത് വെറുതെ വാങ്ങിക്കാൻ വേണ്ടി മെനക്കെടണ്ട. ഞാൻ അതാ എന്നോട് പറയണത്. എന്തടി നീ ഇങ്ങനെ നോക്കണേ? നീ എന്താ അങ്ങനെ നോക്കണേന്ന്? നീ എന്നെ കണ്ടിട്ടില്ലേ? എന്നെ നീ കണ്ടിട്ടില്ലേ? നിങ്ങൾ ഇങ്ങനെ ഒറ്റ എടുക്കൊന്നും വേണ്ട. ഞാൻ
ഞാൻ സഹിച്ച് തന്നെ ഇവിടെ നിക്കണേ. അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്താൽ മാത്രമേ ജീവിക്കാൻ പറ്റുള്ളൂ. നീ എന്താണ് ഇവിടെ സഹിക്കുന്നത്? നീ ഇവിടെ എന്ത് സഹിക്കുന്ന ഈ പറയുന്നത്? ഇത്രയൊക്കെ സൗകര്യം ഇവിടെ ഉള്ളൂ. ഈ സൗകര്യത്തിനനുസരിച്ച് നിൽക്കാൻ പറ്റുമെങ്കിൽ മാത്രം നിന്നാ മതി. ഇല്ലെങ്കിൽ നിന്റെ പാടുപോയി പോടെങ്കിലും. ഞാൻ എനിക്ക് കൊട്ടാരം വെച്ചായിരുന്നു നിങ്ങളോട് പറയണില്ലല്ലോ. സാധാരണ ഒരു ഭാര്യ ആവശ്യപ്പെടുന്നത് മാത്രമേ ഞാൻ ഇതുവരെ ചോദിച്ചിട്ടുള്ളൂ. എനിക്ക് ഈ സാരി വാങ്ങിച്ചു തരാന്ന് പറഞ്ഞ പരിപാടി നടക്കില്ലാന്ന്. അത് ഞാൻ വാങ്ങിച്ചു തരില്ല. അത് മനസ്സിലാക്കാതെ നിനക്ക് പറ്റാത്തത്. എന്താ പറ്റി? ഞാൻ ഇനി ഇവിടെ നിന്നോളാം. എന്താ? ഞാൻ ഇനി ഇവിടെ നിന്നോളാം. എന്തേ? ഞാനിപ്പോ ശല്യോ. അയ്യോ, ആർക്ക്? ഏട്ടന്. ശല്യാന്ന് പറഞ്ഞോ അവൻ? ഇന്നിപ്പോ എന്താ നുള്ളി പറിച്ചോ അതോ ഇടിച്ചോ? ഒരു ഉറ്റ കാര്യമില്ലാതെ വെറുതെ ഇരുന്ന് കരയാൻ വേണ്ടിട്ട്. നിനക്ക് എന്താ കൊച്ചേ? തല്ലി പിടിച്ചാ രണ്ടുപേരും കൂടി? ഓ, പുതിയ വിരുന്നുകാരി വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ വീട്ടിൽ നിന്ന് പോണില്ല, കെട്ടിച്ചു വിടാൻ ക്ലീറ്റോ. അതെയോ? ഇവിടെ നിൽക്കട്ടെ, തക്കളി നോക്ക് ഒരു കൂട്ടോ. എന്താ സംഗതി പറ. എന്നിപ്പോ സഹിച്ചോണ്ടിരിക്കയാണ്. ഏട്ടന്റെ ഗതികേട് കൊണ്ടാണെന്ന്. അവൻ രാവിലെ വെളിപിടിച്ചിട്ടുണ്ടോ? എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് വഴക്ക് ഇട്ടിട്ടുണ്ട്. അമ്മ അത് വലിയ ആനക്കാരിയായിട്ട് തലയിലെടുത്ത് വെച്ചിട്ട് നടക്കുക അവള്. അങ്ങനെയൊന്നുമല്ല. പിന്നെ അങ്ങനെയൊന്നും അല്ല. ഇതിപ്പോ ആദ്യത്തെ പ്രാവശ്യം നിങ്ങൾ തല്ലി പിടിക്കണല്ലോ. അതല്ല എന്റെ വിഷമം. എന്നോട് ശരിക്കും പറഞ്ഞു എന്നെ സഹിക്കാൻ പറ്റൂലെന്ന്. കരിയൊക്കെ മുഖത്തായി, ഇവിടെയൊക്കെ ആയി. അതൊക്കെ അവനോട് പോയി പറ. അവൻ നിന്നെ ചുമ്മാ വട്ടാക്കാൻ വേണ്ടിട്ട് എന്തെങ്കിലും പറയണ, തമാശ പറയണായിരിക്കും. അങ്ങനെയല്ല ക്ലീറ്റോ ചേട്ടാ. എന്തോന്നാടാ നീ കാണിക്കുന്നത്? ഞാൻ കാണിച്ചത് നിങ്ങൾ കണ്ടില്ലേ? ഞാൻ കാണിച്ചത് നിങ്ങൾ കണ്ടില്ലേ? ആ കണ്ടതുകൊണ്ടല്ലേ ഞാൻ ചോദിച്ചത്. ഞാൻ കാണിച്ചാൽ എന്താ ഒരു കുഴപ്പം? ഒരു കുടുംബമാകുമ്പോ വഴക്ക് വയ്യാവലി ഉണ്ടാവും. അപ്പൊ ഉടനെ അവളെ പറഞ്ഞയക്കുന്നതാണോ ശരി? ഞാൻ അവളെ എവിടേക്ക് പറഞ്ഞയച്ചു? ഞാൻ അവളെ എവിടേക്കാ പറഞ്ഞയച്ചത്? അവളെ തോന്നിയ ദിവസം പോലെ കാണിച്ചതാണ്. അവൾ അങ്ങനെ തോന്നിയ ദിവസം കാണിക്കുന്നോളൊന്നും അല്ല. എന്റെ അമ്മ, ഞാൻ ആരാണ് ഇവിടുത്തെ? ഞാൻ ആരാണെന്ന് നീ അത് സ്വയം ചിന്തിച്ചു നോക്ക്. നീ ആരാണെന്ന് അവൾ ഇറങ്ങി പോകൂലായിരുന്നു. അതെ, ഒരു ഭർത്താവ് ആവുമ്പോ കിട്ടേണ്ട മിനിമം പരിഗണന ഉണ്ട്, വേണ്ടേ? ഞാൻ അവളുടെ ഭർത്താവാണ് അല്ലേ? തന്നെ. പിന്നെ എന്തിനാ അവളോ അനാവശ്യമായിട്ട് എന്നോട് സംസാരിക്കാൻ നിന്നത്? എടാ, അനാവശ്യമല്ല, അത് സ്നേഹ കൂടുതലുണ്ട്. അവളെ സംസാരിച്ചു പോണതാണ്. ഒരു കുഞ്ഞിനെ പോലും കാണാൻ ഇതുവരെ ഇടയായില്ല. അതിന്റെ പേരിൽ അവൾക്ക് വിഷമം ഉണ്ടാവും. ഓ പിന്നെ, കുഞ്ഞിനെ കാണാത്ത വിഷമം എങ്ങനെയാ പറഞ്ഞു തീർക്കണേ? എങ്ങനെ പറഞ്ഞുണ്ടാക്കിയെന്നാ? അവർക്ക് നിന്നോടുള്ള സ്നേഹത്തിന്റെ കൂടുതലുണ്ട്. അങ്ങനെയൊക്കെ ചിലപ്പോൾ അമ്മ എന്താ മിണ്ടാണ്ടിരുന്നേ? അമ്മയോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം, അവസാനം നീ ദുഃഖിക്കും. ഞാൻ ദുഃഖിച്ചോളാം. ഈ ഒരു കേസിന്റെ പേര് ഞാൻ ദുഃഖിക്കുകയാണെങ്കിൽ ദുഃഖിച്ചോട്ടെ. ഞാനത് സഹിച്ചു, പിന്നെ എന്താ പ്രശ്നം? എന്റെ കാലം കഴിയുമ്പോ ആരും കാണത്തില്ല, നീ ഒറ്റപ്പെടും. ഞാൻ കാര്യമായിട്ട് ഞാൻ പറയുന്നതാണ്. അമ്മ ഒന്ന് മിണ്ടാതിരിക്കോ? എനിക്കൊരു ലേശം സമാധാനം എന്താ? ഈ വീട്ടിലേക്ക് വന്ന് കയറാൻ പറ്റില്ലല്ലോ. എടാ, നീ ഒന്ന് സമാധാനപ്പെടടാ. നീ പോയി അവളെ ഇങ്ങനെ വിളിച്ചോണ്ട് പോവാ. എനിക്ക് സൗകര്യമില്ല. ഇവിടെ പോയി വിളിച്ചോണ്ട് പോവാ. വഴക്കുണ്ടായി കഴിഞ്ഞാൽ ഞാൻ പോയി വിളിക്കണം അവളെ. നമ്മൾ ഒതുങ്ങണം. എടാ, താൻ ഒതുങ്ങി തന്റെ കൊല ഒതുങ്ങി ജീവിക്കണമെന്നാ പഠിച്ചത്. നിന്നെ ഞാൻ പഠിപ്പിച്ചതും അങ്ങനെ തന്നെയാണ്. ഞാനതാ പഠിച്ചത്. ഈ കാര്യത്തില് അമ്മ എന്നെ നിർബന്ധിക്കണ്ട, എനിക്ക് പറ്റില്ല. അതാണ്, ഞാൻ താഴാവുന്നതിന്റെ മാക്സിമം താഴ്ന്നു കഴിഞ്ഞിട്ടുണ്ട് അല്ലേ? ഇത് ഇന്നതിൽ തുടങ്ങിയൊന്നല്ലോ ഇവളുടെ ഈ സംസാരം. വായിലിരിക്കണം നാവ് നന്നാവണം എന്ന് ഞാൻ ആ കഴുതയോട് എത്രയോ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. എന്താ അവൾക്ക് കേട്ടാല്? ഞാൻ പറഞ്ഞില്ലേ ഓരോന്നും പറഞ്ഞു തന്നാ നീ അത്. എടാ, നീ ഒതുങ്ങിയാലേ പറ്റത്തുള്ളൂ. ഞാൻ ഒതുങ്ങൂല്ലെന്ന്. നീ എനിക്ക് ഒന്നും സൗകര്യമില്ല. വേണ്ട, നീ പോണ്ട. ഞാൻ പോയി വിളിച്ചോണ്ട് വരാം. വിളിച്ചിട്ട് ഇങ്ങോട്ട് വരണ്ട. എന്റെ വീടാ, എനിക്കറിയാം എവിടെ കൊണ്ടുവരണം എന്നുള്ളത്. ഞാനാ തീരുമാനിക്കുന്നത്. വിളിച്ചോണ്ട് വരാൻ പോകും. എന്താ അമ്മേ പ്രശ്നം? ഞാൻ എന്തോ പറയാനാ? വാടി ചെല്ലേ, അമ്മയല്ലേ വിളിക്കണ. പോയി മതി. ഞാൻ എന്തിനാ അമ്മ അങ്ങോട്ട് വന്നെ? എന്തോന്ന് വർത്തമാനാണിത്? അവനോടാവുന്ന രീതിയിൽ പറഞ്ഞു നോക്കി, അവളോടും പറഞ്ഞു നോക്കി. രണ്ടുപേരും അടുക്കുന്നില്ലേ? അതിനൊക്കെ കാര്യമില്ലാതാനോ? ഒരു സാരിയുടെ കാര്യമാണ്.
ഒരു സാരിയുടെ കാര്യം മാത്രമാണ്. ഇത്രയും വർഷം മുഴുവൻ എന്നെ സഹിക്കായിരുന്നു എന്ന് എന്നെ പറയും. ഇടി ഒരു വാക്ക് വായിന്ന് അറിയാതെ വീണ് പോയതായിരിക്കും. അത് വലിയ ആനക്കാരിയാണോ? വേണ്ട, എന്തൊക്കെയാണ് എന്നെ പറയണെന്ന് അറിയാമോ നിന്റെ നാത്തൂന്? ഞാൻ സഹിക്കില്ലേ, ഇത്രേ ഉള്ളൂ, അതങ്ങ് കളയും. അമ്മ അവനായിട്ട് ചീത്ത പറഞ്ഞമ്മേ, പെങ്കൊച്ചിനിട്ട് വിഷമിപ്പിക്കാൻ വേണ്ടിട്ട്. അമ്മ ഒന്നും സംസാരിച്ചില്ല എൻ്റെ അടുത്ത്? അല്ലെങ്കിൽ അവന് അഹങ്കാരം വന്നേ. അങ്ങനെ ഒരു പെങ്കൊച്ചിനെ അങ്ങനെ ഇട്ട് വിഷമിപ്പിക്കാൻ പാടുണ്ടോ? അത് ചോദിക്കണം. അതെ, ഞാനൊന്ന് ചെന്ന് അവനെ ഒന്ന് വിരട്ടി നല്ല വഴക്കൊക്കെ കൊടുക്കട്ടെ. ഇനി അളിയൻ ഇടപെടാത്തോണ്ടാണെന്ന് വേണ്ട, ഞാൻ പോയിട്ട് വരാം. വിഷമിക്കണ്ട കേട്ടോ. പിന്നെ പാർട്ടി ഓഫീസിൽ നിന്ന് ആരെങ്കിലും വിളിക്കാൻ ഫോൺ എടുക്കണ്ട കേട്ടോ. അവൻ എന്തെങ്കിലും പറയുന്നില്ല, അവൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയിരിക്കണം, അത്രയല്ലേ ഉള്ളു കാര്യം. എന്താ കളിയ പ്രശ്നം? നീ നിന്റെ പാട് നോക്കി പോടോ. എനിക്കിപ്പോ പ്രത്യേകിച്ച് ജോലിയും കൂലിയൊന്നും ഇല്ല, അതുകൊണ്ടാണല്ലേ ഞാൻ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്. നിന്റെ പ്രശ്നം എന്താണെന്ന് പറയാം. എന്റെ പ്രശ്നം നിന്നോട് പറയാൻ സൗകര്യമില്ല. എന്റെ പ്രശ്നങ്ങൾ മുഴുവൻ നീ പരിഹരിക്കോ? എന്റെ അളിയ പറ്റണത് ഞാൻ പരിഹരിച്ചു. എന്നാ നിനക്ക് പറ്റണതല്ല ഇത്. ഇതിപ്പോ ഇത്രയും നാൾ ഇവിടെ താമസിച്ചിട്ട് ഇങ്ങനെ ഒരു സംഭവം ഞാൻ കണ്ടിട്ടില്ല. അവളവിടെ വന്നിരുന്ന് കരയുന്നു, അമ്മ വന്നിരുന്ന് കരയുന്നു, അവള് വേണ്ട വാശി പുറത്താണ്. അവള് കരയുന്ന അവള് കരഞ്ഞോട്ടെ, അവള് കരയുന്നത് നിനക്കെന്താണ് പ്രശ്നം? നിനക്കെന്താണ് പ്രശ്നം? എനിക്ക് വിഷമില്ലല്ലോ, പിന്നെ എന്തിനാ നീ വിഷമിക്കണം? എന്റെ ഈ ചാടിക്കടി ഉണ്ടല്ലോ, നിനക്ക് ഇത്ര നാൾ എന്റെ മണ്ടയ്ക്ക് ചാടി കടിച്ചുകൊണ്ടിരുന്നു. ഞാനിതൊക്കെ അങ്ങ് കളയും. ഇതിപ്പം ആ പെങ്കൊച്ച് പലയിടത്തുനിന്ന് വന്ന പെങ്കൊച്ചാ നിന്നെ വിശ്വസിച്ച് ഇറങ്ങിയിട്ട്. എന്താ പ്രശ്നം? എന്താ പറ അളിയാ, ഇപ്പൊ പ്രശ്നം എന്താ നീ പറ, അങ്ങോട്ട് മാറ്റിക്കേ, കാര്യം പറ. നമുക്ക് എന്തുണ്ടെങ്കിലും ഇതൊക്കെ പരിഹരിക്കാന്നുള്ള കാര്യങ്ങളല്ലേ. എന്തേ ഒരു വിഷയമില്ലാന്ന് സാധാരണ സംഭവിക്കുന്നത് പോലെയുള്ള ഒരു ചെറിയ കാര്യം നടന്നുവിടെ. ഇതിപ്പോൾ സാധാരണ ചെറിയ കാര്യമൊന്നുമല്ല. എങ്കിൽ പിന്നെ അവൾ ഇത്രയും അവിടെ വന്നിട്ട് കരച്ചിലും ബഹളവും വാശിപ്പുറത്താണ്. അവൾ പറയണം അവളെ വീട്ടിൽ കൊണ്ടാക്കുന്നൊക്കെ പറയും. എൻ്റെ ക്ലീറ്റസ്, ഞാനൊരു ഭർത്താവാണ്. ഒരു ഭർത്താവിനോട് ഒരു ഭാര്യ സംസാരിക്കുന്ന ഒരു രീതിയുണ്ട്. അവളുടെ രീതി ശരിയല്ല എന്ന് ഞാൻ ആ കുട്ടിയോട് പലതവണ പറഞ്ഞതാണ്. അവൾക്കിതൊന്നും തലയ്ക്കകത്ത് കയറുന്നില്ല. ഇന്നിപ്പോൾ ഒരു സാരി വേണമെന്ന് പറഞ്ഞിട്ട് വാശി പിടിച്ചതാണ്. അവളുടെ ഏതോ ഒരു കുഞ്ഞമ്മയുടെ, എനിക്കറിയാൻ വയ്യ. എന്നിട്ട് അതിന് ഞാൻ 5000 രൂപയുടെ സാരി അവൾക്ക് ഇന്ന് വാങ്ങിച്ചു കൊടുക്കണമെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, എടി സാരി 5000 രൂപയ്ക്ക് വാങ്ങിച്ചത് കഴിഞ്ഞ കല്യാണത്തിന് നീ കൊടുത്തല്ലേ, അത് കൊടുത്തങ്ങ് പൊക്കൂടെ. അപ്പോൾ അത് കഴിഞ്ഞ കല്യാണത്തിനൊക്കെ വന്ന ആളുകൾ ആ സാരി കണ്ടിട്ടുണ്ടാവും, അതുകൊണ്ട് ആ സാരി പാടില്ല എന്ന്. ഇത് എവിടുത്തെ നിയമമാണ്? അല്ല, എനിക്കറിയാൻ വയ്യാത്തോണ്ട് ചോദിക്കണേ, ഇവക്ക് ഇത്രയും കുഞ്ഞമ്മമാരിത് എവിടെ കിടക്കുന്നതെന്നാണ്. അല്ല, അതിപ്പം അവളെ കുറ്റം പറയണ്ട. ഈ ഭൂലോകത്തുള്ള ഒരു പെണ്ണും ഒരു ഫംഗ്ഷൻ ഉടുത്ത സാരി അടുത്ത ഫംഗ്ഷൻ ഉടുക്കൂല. അത് ഇപ്പോഴത്തെ പുതിയൊരു ട്രെൻഡാണ്. പിന്നെ ഇത് വേറൊരു കാര്യമുണ്ട്. ഇതിന് ഇത്ര ബഹളം വെക്കേണ്ട കാര്യമൊന്നുമില്ല. ഒരു 250 രൂപയുടെ സാരി മേടിക്കുക, അല്ലെങ്കിൽ ഒരു 500 രൂപയുടെ സാരി മേടിച്ചിട്ട് 2 സ്റ്റിക്കർ മാറ്റി അങ്ങോട്ട് ഒട്ടിച്ചു കൊണ്ട് കൊടുത്താൽ പോരെ. ഞാനിതൊക്കെ എത്രയോ ചെയ്തേക്കണം. ഇതിപ്പോൾ ഇന്നത്തെ വിഷയം. ഇന്നലെ ഉണ്ടായ കാരണം വേറെയാണ്. ഇന്നലെ ഞങ്ങളുടെ ഓഫീസിൽ വർക്ക് ചെയ്യുന്നൊരു പെൺകുട്ടിയുണ്ട്. ആ പെൺകുട്ടിയുടെ അച്ഛൻ ഹോസ്പിറ്റലാണെന്ന് പറഞ്ഞിട്ട് അവൾക്ക് ബ്ലഡ് വേണം. ഞാനൊരു കുപ്പി ബ്ലഡ് കൊടുത്തു. പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ കൂടിയിട്ട് ഒരു വലിയ സംഖ്യ പിരിച്ചു കൊടുത്തു. ഇവിടെ വന്നിട്ട് ആ വിഷയം ഞാൻ ഭയങ്കര സന്തോഷത്തോടു കൂടി പറഞ്ഞപ്പോൾ ഇവള് എന്നെ ക്വസ്റ്റ്യൻ ചെയ്യാൻ നിൽക്കുകയാണ്. നിങ്ങൾ എന്തിനാണ് ബ്ലഡ് കൊടുത്തത്? ബ്ലഡ് കൊടുക്കാൻ മാത്രം നിങ്ങളും അവളും തമ്മിൽ എന്ത് ബന്ധമാണുള്ളത്? ഇങ്ങനെയൊക്കെ ആരെങ്കിലും പറയുമെന്ന്? എല്ലാം പൊട്ടത്തുകളാണെന്ന് കളിയാ. അതെ, ഇതിപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് അവളെ തந்த സുഖമല്ല നടക്കണമെന്ന് അളിയും വല്ലപ്പോഴും ഒന്നും അങ്ങോട്ട് പോകാറില്ലല്ലോ. അതിൻ്റെ ഒരു കോംപ്ലക്സ് ആണ് ഒന്ന് ഉള്ളിൽ. മാത്രമല്ല സംശയം. ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളുള്ള ഒരാളാണെങ്കിൽ എന്തിനാ എൻ്റെ കൂടെ കഴിയണത്? ഞാനതാ പറയണത്. ഇതെന്താ അളിയാ, ഇവളുമാരെയൊക്കെ കൊണ്ടുപോകണം, നമ്മളൊരു താളത്തിൽ കൊണ്ടുപോകണം. അത് വേറെ നമ്പറാണ്. ആണ്ടാ, ഇന്ന് വരെ തങ്കം അവൾക്ക് എന്തെങ്കിലും വിഷയം ഉണ്ടായിട്ട് അവൾ വേണമെങ്കിൽ അവളെ വീട്ടിൽ പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടാ? അങ്ങനെ പോകണമെന്ന് പറഞ്ഞാൽ തന്നെ ഞാനത് അനുവദിക്കുമോ? അല്ല, ആ വിഷയം വിട്. പിന്നെ ഇതിപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ല. ഇതിപ്പോൾ നമുക്ക് നൈസായിട്ട് ഞാൻ ഒന്നുകൂടെ സംസാരിക്കും. നീ ഒന്നും സംസാരിക്കണ്ട. നീ ഇങ്ങനെ ഈ കാര്യത്തിൽ ആരും സംസാരിക്കണ്ടെന്ന്. ഇത് അവൾക്ക് ബോധ്യമായിട്ട് അവൾ വരികയാണെങ്കിൽ വന്നോട്ട്. അങ്ങനെ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇല്ലെങ്കിൽ വേണ്ട, അവളുടെ വാട്ടിന് പോട്ട്. അവള് ഇച്ചിരി വാശിപ്പുറത്താ. അവള് വാശിപ്പുറത്താനെ പോട്ടേന്ന് എന്ന് പറഞ്ഞാൽ പറ്റുവാളിയാ. 4 ആൾ കാണൊക്കെ നീ അവളെ താലി കെട്ടി കൊണ്ടുവന്നല്ലേ എന്ന് വെച്ച് എന്ന് പറഞ്ഞാൽ അങ്ങ് തോന്നി പോലെ ഇറക്കി വിടാൻ പറ്റും. ഞാൻ അവളുടെ അടിമയായിട്ട് ഞാൻ കഴിയണം? അങ്ങനെയൊന്നും കഴിയണ്ടെന്ന്. ഇതൊക്കെ ഇപ്പൊ എന്താണ് ഈ പറയണത്? ഇത് ഈ പിള്ളേരെന്താ വെച്ചാൽ ഇവരൊക്കെ സീരിയൽ കണ്ടിട്ട് അതിലെ മറ്റേ മണങ്ങണാഞ്ഞന്മാർ കെട്ടിയന്മാരുണ്ടല്ലോ, അവന്മാരെ പോലെ നമ്മളാവണമെന്നാണ് ഇവളുടെയൊക്കെ ധാരണ. നമുക്കങ്ങനെ പറ്റൂലല്ലോ. അതെ, ഇതിപ്പം നിങ്ങളെ 2 പേരെയും നല്ലപോലെ അറിയാമെന്നുള്ളൊരു സ്ഥിതിക്ക് എനിക്കിപ്പോൾ തോന്നുന്നത് അവൾക്ക് നിന്നെ ഒരൊട്ടും പേടിയില്ല എന്നുള്ളതാണ്. ലവലേശം പോലും നിന്നെ പേടിയില്ല. അതിൻ്റെ കാരണക്കാരൻ നീ തന്നെയാണ്. നീ അങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. എന്ത് പറഞ്ഞാലും അവളെ താളത്തിന് തുള്ളും. അപ്പോൾ അവൾക്ക് പേടിയില്ല, വായി തോന്നണം എന്നും പറയാനുള്ള സ്വാതന്ത്ര്യമായി. ഇതിപ്പോൾ ഒരു അമിത സ്വാതന്ത്ര്യവും സ്നേഹമൊക്കെയാണ്. അപ്പോൾ ആ ഒരു ഇത് കിടക്കുകയാണ്. നിന്റെ പേടി എന്ന് പറയുന്നത് അവൾക്കില്ല. ഇച്ചിരി പേടി കെട്ടിയന്മാരുണ്ടെങ്കിൽ മാത്രമേ എവളുമാർക്ക് കുറേ ക്യാൻസറിനെ ഇവിടെ നിൽക്കുകയുള്ളൂ. അത് നീ ഉണ്ടാക്കിയെടുക്കണം. അതിന് പറ്റുമോ? അതിനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. നിന്നെ കൊണ്ട് പറ്റില്ല. പിന്നെ ഇനി ഞാൻ വല്ലതും പറഞ്ഞ എൻ്റെ അളിയ, അതെ,
അതിന് ചെറിയൊരു വഴി ഞാൻ പറഞ്ഞുതരാം. അതിനൊപ്പം നിനക്ക് എൻ്റെ കൂടെ നിൽക്കാൻ പറ്റുമോ? നീ ഒന്നും മിണ്ടാണ്ട പോയ എൻ്റെ ക്ലീറ്റസ്, എനിക്ക് ആകെ തല പെരുത്ത് നിൽക്കണ ഞാൻ. എൻ്റെ അളിയ, നീ ഇനിയിപ്പോൾ അവളുടെ അടുത്ത് പോയി ഒന്നും കാല് പിടിക്കൊന്നും വേണ്ട. അതിനെനിക്ക് പറ്റൂല. അത് ചെയ്യണ്ട. അല്ലാതെ ഞാൻ വേറൊരു ഐഡിയ പറഞ്ഞുതരാം. അവൾ നിൻ്റെ അടുത്തേക്ക് വരും, നിൻ്റെ കാല് പിടിക്കും, നിന്നെ പേടിച്ച് നിൻ്റെ അടുത്ത് നിൽക്കും. അതിനൊരു സൂത്രം ഞാൻ പറഞ്ഞുതരാം. അത് ചെയ്യാൻ പറ്റുമോ നിനക്ക്? പറ്റുമോടേ? പറ്റുമോ? എന്ത് സൂത്രം? സമ്മതിച്ചല്ല, ഒന്നുമില്ല. നിങ്ങൾ തമ്മിലുള്ള ബന്ധം വേർപിരിയാൻ പോകണമെന്ന് പറഞ്ഞിട്ട് ഒരു ഡൈവേഴ്സ് നോട്ടീസ് അവൾക്ക് അയച്ചു കൊടുത്താണ് നീ അങ്ങോട്ട്. നീ ഒന്ന് എണീറ്റ് പോയ ഇവിടുന്ന്. നിങ്ങൾ ഡൈവേഴ്സ് ആവണമെന്നല്ല ഞാൻ പറഞ്ഞത്. എനിക്ക് നീ അവളെക്കാളും കഷ്ടമായിരിക്കണല്ലോ അളിയ. ഇതൊന്നുമില്ല, ഒരു സാധനം നമ്മൾ അങ്ങോട്ട് അയക്കുന്നു പേടിപ്പിക്കാനായിട്ട്. നമ്മൾ തമ്മിൽ വേർപിരിയാൻ പോകണമെന്ന് പറഞ്ഞ ഒരു വക്കീൽ നോട്ടീസ്. ഇത് ആ പെങ്കൊച്ചിൻ്റെ കയ്യിലോട്ട് കിട്ടുമ്പോണ്ടല്ലോ, അവൾ വരുവാളി ആ സെക്കൻഡ് വരും നിൻ്റെ അടുത്ത് വന്നിട്ട് നിൻ്റെ കാല് പിടിച്ച് കരകേട്ടാ എന്നോട് ക്ഷമിക്കണം, ഞാൻ ഇനി അങ്ങനെയൊന്നും ചെയ്യില്ല, എന്നെ ഒഴിവാക്കില്ലെന്ന് പറഞ്ഞിട്ട് വരും. വന്നില്ലെങ്കിൽ നീ ക്ലീറ്റോടെ പേര് മാറ്റിയിട്ടോ. നീ ഇപ്പൊ ഞങ്ങളെ രണ്ടാക്കുള്ള പരിപാടിക്ക് ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. അളിയ, ഇത് നീ ഇതിപ്പോൾ ഇത് ഒപ്പൊന്നും ഇടണ്ട. ഇത് ഒപ്പിട്ട് അവിടെ കോടതിയിലൊന്നും പോണില്ല. ഇതൊരു ഡ്യൂപ്ലിക്കേറ്റ് ഡമ്മി സാധനം, ഒരു ചുമ്മാ വെറുതെ പേടിപ്പിക്കാൻ, ഒരു പേടിപ്പിക്കൽ സാധനം, അത്രേ ഉള്ളൂ. ഇതങ്ങോട്ട് അവളുടെ കയ്യിൽ കിട്ടട്ട് പറ്റുമോ നിനക്ക്? അവൾ വരും, നിൻ്റെ അടുത്ത് വരും, നിൻ്റെ അടിമയായിട്ട് ജീവിക്കുകയുള്ളൂ. അന്തതട നീ നോക്കിക്കോ. പിന്നെ അത് കഴിഞ്ഞ് ഇങ്ങനെ ആയി കഴിഞ്ഞിട്ട് പിന്നെ നീ വിട്ടുകൊടുക്കല് ആ ഒരു പിടിവള നിൻ്റെ കയ്യിൽ വേണം. അത് വേണം. നടക്കൂ. നടക്കുമെന്നല്ല, ഓടും അവള്. ഞാനാണ് പറയണത്. എന്താ ജമന്തി നീ ഒന്നും മിണ്ടാത്തത്? എന്താ എന്റെ ഭാവം? അവൻ വക്കീൽ നോട്ടീസ് അയച്ചു പറഞ്ഞു കഴിഞ്ഞാൽ അവനെ കുറ്റം പറയാൻ പറ്റും? 3-4 ദിവസമായില്ലേ നീ അവനും വിട്ടിട്ട് ഇവിടെ വന്നിരിക്കണം? വയസ്സായ ഒരു തള്ളണ്ട അവിടെ, അതിന് സഹായത്തിന് ഒരാളുണ്ടോ? അവ ഓഫീസിൽ പോകണ്ടോ, വരുന്നുണ്ടോ, ഭക്ഷണം കഴിക്കണ്ടോ, ഇതൊന്നും നോക്കണില്ലെങ്കിൽ പിന്നെ അവനെന്തിനാ തന്നെ? ഞാൻ അങ്ങനെയൊക്കെ നോക്കുന്ന ഏട്ടൻ ഇപ്പൊ ശല്യോ? എന്ത് ശല്യം? ഞാൻ പുറകെ നടന്ന് ചോദിക്കണു, എപ്പോ വരും, ഭക്ഷണം കഴിച്ചോ? ഇതൊക്കെ ചോദിക്കാൻ എന്താ കുട്ടിയാണോ എന്ന് ഏട്ടൻ ചോദിക്കണേ. പിന്നെ ഇന്നലെ കല്യാണം കഴിഞ്ഞവര് വരല്ലേ അങ്ങനെ? ഇത് പൂജ്യം കല്യാണം കഴിഞ്ഞ പോലെ ഏത് നേരം അവന്റെ പിന്നാലെ നടന്നാ പിന്നെ ശല്യം ചെയ്യുക എന്ന് പറയില്ലേ അവൻ? അല്ല മാവാ, എന്നാലും ആവ ഈ എടുത്തിയാടി ഇപ്പൊ ഈ ഒരു ആവേശം കാണിക്കണോ? എടാ എങ്ങനെ അയക്കാണ്ടിരിക്കാന്ന്? ഇതിപ്പോ ഇന്നലെ തുടങ്ങിയതില്ല, 4 ദിവസമായില്ലേ? എന്റെ നമ്പറില്ലേ എന്റെ? എന്നെ ഒന്ന് വിളിച്ചു ചോദിച്ചോ നീ? അതിപ്പോ വിളിച്ചു പറയാ ഞങ്ങൾ ഇന്ന് പോകും, നാളെ പോകും, മറ്റന്നാ പോകും എന്ന് പറഞ്ഞപ്പോ ദിവസം 4 പോയി. ഇതിനിടയ്ക്ക് അമ്മാവനെയും കൂടെ വിളിച്ചു വരുത്തി. അത് അമ്മാവ ഇതിപ്പോ വലിയ സീരിയസ് ആയിട്ടുള്ള വഴക്കാന്നൊന്നും എനിക്ക് മനസ്സിലായില്ല. ഇവര് എല്ലാം എപ്പോഴും ഉണ്ടാവണല്ലേ തൊട്ടേനും പിടിച്ചതിനൊക്കെ ചീറാപ്പ്. ഇത് പറഞ്ഞിട്ടും അവൾ അവിടെ തന്നെ നിക്കണം, അവൻ അതിലപ്പുറം. ഇതിപ്പോ എത്ര ദിവസമായി ഞാൻ ചോദിച്ചു? അന്ന് തന്നെ തർക്കം കഴിഞ്ഞ് വീട്ടിൽ പോവാറില്ലേ? അതാ പറഞ്ഞത് അമ്മാവ. ഇപ്പൊ നാളെ നേരം വെളുക്കുമ്പോ പോകുന്നു വന്നപ്പോ വിചാരിച്ചു. പിറ്റേ ദിവസം കഴിഞ്ഞപ്പോ അത് കഴിഞ്ഞ് പിറ്റേ ദിവസം പോകുന്നു കരുതി. പിന്നെ ഇവിടെ നിന്നോട്ടെ എന്ന് കരുതി അല്ലേ? കേട്ടപ്പോ എന്നെയും കൂടി വഴക്ക് കേൾപ്പിച്ചപ്പോ വക്കീൽ നോട്ടീസ് അയക്കാത്ത ഇപ്പൊ എല്ലാരും പറയും നമ്മൾ ഇവിടെ പിടിച്ച് നിർത്തിയിരിക്കുകയാണ്. ഞാനിപ്പോ എല്ലാവർക്കും ശല്യമാണ്. എന്തെങ്കിലും പറയുമ്പോ ഈ വർത്താനം പറയണേ ഇവള്. ഞങ്ങൾ അങ്ങനെ ഉദ്ദേശിച്ചൊന്നും അല്ല പറഞ്ഞത്. ഞാൻ കാരണല്ലേ അമ്മാവൻ അവരെ തൊട്ടതിന് പിടിച്ചുള്ള ഈ കരച്ചിലാണ് എന്റെ. കുടി എങ്ങനെ ചങ്കം ഇറങ്ങാനാടാ? ഇന്ന് വരെ കുടുംബത്തിൽ ഇങ്ങനെ ഒരു പേര് ദോഷം ഉണ്ടായിട്ടുണ്ടോ? 10-12 കൊല്ലായി കൂടെ താമസം. നമ്മളിപ്പോ ആകെ ഇടം കയറില്ല. ഞാൻ എന്ത് ചെയ്യാനെന്നാണ്. അല്ല, അവൻ ഈ വക്കീൽ നോട്ടീസ് അയക്കുന്ന കാര്യം നിന്നോട് വിളിച്ചു പറഞ്ഞു? നിങ്ങളാരെങ്കിലും അറിഞ്ഞു? എന്നോട് പോലും പറഞ്ഞു, ഞാൻ പോലും അറിഞ്ഞില്ലല്ലോ. അപ്പൊ തന്നെ ഇഷ്ടത്തിന് അങ്ങനെ ചെയ്യുമ്പോ ചോദിക്കണ്ടേ? ഒരു കാര്യം ഞാൻ പറയാം, ഈ വക്കീൽ നോട്ടീസ് ഒന്നും അവന് അത്ര നല്ലതൊന്നല്ല കേട്ടാ. എന്റെ കണ്ണു പെട്ടെന്ന് വരണ്ടാന്ന് പറഞ്ഞേക്കാം അവനോട്. എടി ഇങ്ങനെയൊക്കെ സീരിയസ് ആയിട്ട് അവൻ വേണ്ടാന്ന് വെക്കാൻ വരെ തീരുമാനിച്ചെങ്കിൽ ഇവൾക്ക് അങ്ങോട്ട് കയറി ചെന്ന എന്താന്ന്? നിങ്ങൾ എന്താ അവന് മാത്രം കുറ്റം പറയുന്നത്? അവനൊന്ന് വന്ന് വിളിച്ചാലെന്താ ഉള്ളെ? രണ്ടുപേർക്കും ഒരേ വാശി. പെണ്ണാണ് ആണാണ് വലുത്? നിന്റെ ജീവിതം കണ്ടിട്ട് വേണം അപ്പം പഠിക്കാൻ. ക്ലീറ്റസ് ചെയ്യണ പോലെയൊക്കെ നീ കനകം ചെയ്യുമെന്ന് കരുതിയിരുന്നാ നടക്കുവോ? അവളെന്ത് പറഞ്ഞാലും അവൻ ഉണ്ടായിരിക്കും. കാരണം പണിയും തുറയില്ലാത്തവനാ. കനകൻ അങ്ങനെയല്ല, അവൻ സർക്കാർ ജോലിക്കാരനാ. ഇവള് കുറച്ച് അവനെ കണ്ടു നിൽക്കണം. അമ്മാവ ഇപ്പൊ ഞങ്ങളെ തമ്മിൽ അടുപ്പിക്കാൻ വന്നേ ആണോ? അല്ല, അങ്ങനല്ല, നിങ്ങളുടെ മഹത്വം പറഞ്ഞതാ. അത് കണ്ടുപഠിച്ചു കഴിഞ്ഞാൽ എല്ലാവരും സ്ഥിതി ഇതല്ലേ? ഞങ്ങൾ തമ്മിൽ ഒരു കുഴപ്പമില്ല. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, വേഗം ഇവിടുന്ന് അവിടെ പോയിട്ട് അവനോട് എനിക്ക് അറിയാണ്ട് അങ്ങനെ ആവേശം ഇങ്ങോട്ട് പോകുന്ന ഒരു തെറ്റ് പറ്റി ഏട്ടൻ വിളിക്കുന്നു കരുതി എന്നൊക്കെ അങ്ങോട്ട് പറ. ഇവിടെ ചെന്നിട്ട് അവിടെ താമസിക്കാൻ നോക്ക്. വേണ്ടെന്ന് വെച്ചോണ്ടല്ലേ അമ്മാവ ഇപ്പൊ നോട്ടീസ് ഒക്കെ? അല്ല, അതിപ്പം നോട്ടീസ് അയച്ചതല്ലേ ഉള്ളൂ. അത് പെട്ടെന്നുള്ള ഒരു ആവേശത്തിൽ അയച്ചിട്ടുണ്ടാവും. നീ ചെല്ലുമ്പോൾ അതെല്ലാം സോൾവ് ആവും. അല്ല, അവൻ അങ്ങനെ വിട്ടാൻ പറ്റില്ലല്ലോ. നീ ഒറ്റയ്ക്കൊരു തീരുമാനം എടുക്കണ്ട. എന്താ വേണ്ടത് മാവൻ പറയാം, അതുപോലെ ചെയ്താൽ മതി. നീ ആവശ്യമില്ലാതെ നീ പോവാൻ നോക്കി ചമ്മന്തി. വെറുതെ കളയും ചുമ്മാ. കഷ്ടം.
കുടുംബത്തെ ആർക്കെങ്കിലും ഒരു തുമ്മലുണ്ടായി അപ്പ വിളിച്ചു പറയും അഴകേശാ ഈ എവിടെ ഇപ്പഴാ ഓരോന്ന് കുരുത്തക്കട ഒപ്പിച്ച് വെച്ചിട്ട് കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ ഒരു ആങ്ങളുണ്ട് ഒരു അമ്മാവുണ്ട് എന്നുള്ള ചിന്ത വന്നത് ഇല്ലേ? അയ്യോ, ഞാൻ അത്ര അങ്ങോട്ട് കടന്ന് ചിന്തിച്ചില്ല. ഈ 2 ദിവസം കഴിയുമ്പോൾ അവൾ അപ്പുറത്തുണ്ടല്ലോ, ഇങ്ങോട്ട് കയറി വരും. അതല്ലെങ്കിൽ അവൻ പോയി വിളിച്ചോണ്ട് വരുമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ പിന്നെ ക്ലീറ്റസും അവരും ഒക്കെ ഇല്ലേ, അവരെല്ലാരും കൂടെ ഉപദേശിച്ച് നേരെയാക്കും. ഞാനും വിചാരിച്ചില്ല, ഞാനും വിചാരിച്ചത് ഒരു ദിവസം കൊണ്ടൊക്കെ തിരിച്ചിഞ്ഞ് വരുന്നു. പക്ഷെ ഇതിപ്പോ ദിവസം 2 ദിവസമായി. എനിക്കും പറഞ്ഞ പോലെ അവിടെ ഒരു ഉപദേശിച്ചപ്പോ എന്തായി? വക്കീൽ നോട്ടീസ് വരെ എത്തിച്ചില്ലേ? ഇതന്നെ ഞാൻ പറഞ്ഞത്. ഞാൻ മാത്രമല്ല കുറ്റക്കാരെന്നുള്ള മനസ്സിലായല്ലോ. ഇവള് ഇറങ്ങിപ്പോയി, അമ്മ എന്ന് വിളിച്ച്. എന്താ അവൾക്ക് വന്നു കഴിഞ്ഞാല് അവളെ കല്യാണം കഴിച്ചു കൊടുത്ത് നീയല്ലേ കെട്ടിക്കൊടുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവള് ഇവിടുന്ന് ഇറങ്ങിപ്പോയത് അവളുടെ വീട്ടിലേക്കൊന്നുമല്ലല്ലോ. അല്ലല്ലോ. ആ റൂമിൽ ഈ വീടിന് തന്നെ മറ്റേ മുറിയിൽ പോയിരിക്കില്ലേ? അല്ലേ അപ്പൊ ആലോചിച്ചോട്ടെ അവൾക്ക് നിന്നോട് സ്നേഹം ഉണ്ടെന്ന്. അല്ലെങ്കിൽ അവള് കെട്ടും കിടക്കെടുത്ത് അവളുടെ വീട്ടിൽ പോയില്ലേ? നീ വിളിക്കുന്നു കരുതിയിട്ടില്ല ആ പാവ അവിടെ ഇരുന്ന്. അമ്മ അവരൊന്നും മിണ്ടായിട്ടിരുന്നേ. അമ്മ ചെന്ന് വിളിച്ച ആൾക്ക് വന്നൂടെ? അമ്മ ഇവിടുത്തെ ആരാ? ഞാൻ പോയി വിളിച്ചുകൊണ്ട് വന്ന യവൻ ഇനി എന്തായിരിക്കും പ്രതികരിക്കുന്ന അറിയാത്തോണ്ട് ആ പാവം പേടിച്ചു. ഒന്നുമല്ല, അവളുടെ അഹങ്കാരാണ്. അഹങ്കാരം അത് മാത്രമാണ്. അല്ല നിങ്ങളിവിടെ വന്നിരിക്കും. എടാ ഈ ജീവിതം എന്ന് പറയുന്നത് ഒരു ഞാനുമ്പ് കളിയാ. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടും കൊടുത്തിട്ട് വേണം ജീവിക്കാൻ. അതില്ലെങ്കിൽ എന്ത് ചെയ്യും? ഇല്ലെങ്കിൽ ചെയ്യണ പണിയായത്. അളിയാ വേറൊരു കാര്യമുണ്ട്. അളിയ ഇപ്പൊ ചാടിക്കേറി വക്കീൽ നോട്ടീസ് അയച്ചത് ഒരു ഭയങ്കര മണ്ടത്തരമായി പോയി കേട്ടോ. പിന്നെ ഞാൻ എന്ത് ചെയ്യണം? എന്റെ അളി അങ്ങനെയാണെങ്കിൽ ഞാൻ പിന്നെ വക്കീൽ ഓഫീസിൽ നിന്ന് ഇറങ്ങാതിരിക്കേണ്ട അവസ്ഥ വരൂലേ? ഈ അങ്ങനെയാണ് എന്റെ അടുത്ത് കാണിക്കണത്. ഞാൻ പക്ഷേ ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകണില്ലേ? നിനക്ക് പറ്റുമായിരിക്കും, എനിക്ക് അതിനുള്ള ഈ അഡ്ജസ്റ്റ് ചെയ്തു. നിനക്ക് പണി തരൊന്നുമില്ല. അവന് സർക്കാർ ജോലി ഉണ്ട്, അതിന്റെ അഹങ്കാരം കാണിക്കണേ. ഈ കാര്യം അവൾ അറിയുമ്പം അവള് വല്ല ഇറങ്ങിപ്പോയി വല്ല മേടും കാണിച്ച ഞാൻ പറഞ്ഞേക്കാം. എടാ ഒന്നാമത് ജീവിതത്തിൽ ഈ വക്കീൽ നോട്ടീസ് ഒക്കെ അയക്കേണ്ട ഒരു അവസ്ഥ വരുമ്പോ കൊന്നല്ലെങ്കിൽ അമ്മോട് ചിന്തിച്ചൂടെ? വേണ്ട, എന്നോടൊന്ന് ആലോചിച്ചോ. അല്ലെങ്കിൽ അളി എന്ന് പറഞ്ഞു ഞാൻ ഒരുത്തൻ അവിടെ ഉണ്ട്, എന്നോട് പോലും ഒന്നും ആലോചിച്ചില്ല മാവാൻ. ഒന്നാമത് ഇത് നിന്റെ തീരുമാനമല്ല. നീ ഇത്തരം ഒരു കാര്യം തീരുമാനിക്കില്ല. ഇത് ഇവന്റെ ഈ വൃത്തികെട്ട കൂട്ടുകെട്ടില്ലേ, അതിലെ ഏതോ ഒരുത്തൻ പറഞ്ഞു പറ്റിച്ചിട്ട് ചെയ്താണ്. അതായിരിക്കും. ഇതിപ്പോ ആരെ ബുദ്ധിയായാലും ഇത് ഇച്ചിരി അതിബുദ്ധിയായി പോയി കേട്ടോ. ഒന്നാമത് അവന്റെ കൂട്ടുകെട്ട് ശരിയില്ല. ഇത് ഫാസിൽ തന്നെ അല്ലാതെ ആയിരിക്കും. ഫാസിലൊന്നുമില്ല. ഫാസിലല്ലെങ്കിൽ പിന്നെ കുടുംബത്ത് പറക്കാത്തവൻ, കുടുംബ സ്നേഹം ഇല്ലാത്ത ഏതോ ഒരു നികൃഷ്ട ജീവി, വൃത്തികെട്ടവൻ, അവനതിന്റെ പിന്നിൽ. അത് അമ്മാവൻ പറഞ്ഞത് ശരി. അങ്ങനെയുള്ള ആരോ തന്നെ ആയിരിക്കും ഇതിന്റെ പിന്നിലുള്ളത്. പിന്നല്ലാതെ എടുത്തയാടി ഓരോന്ന് ചെയ്തിട്ട് എനിക്കതല്ല. ആ പാവത്തിന്റെ പേരിൽ വല്ല കടുങ്കൈ ചെയ്ത് കഴിഞ്ഞാൽ ആര് സമാധാനം പറയും? എന്തെന്ന് ഞാൻ പറഞ്ഞു മടുത്തു. എന്താ കുട്ടി ചെയ്യണേ? എന്ത് ചെയ്യണം എനിക്കറിയില്ല. എന്റെ പൊന്നു മോനെ ഒന്ന് പോയി വിളിക്കടാ. എന്താ അവള് പറയണത്? പറ. എന്ത് പറയാൻ, അവക്കും വാശി. അടകട്ട്. അയ്യോ ഇപ്പൊ എങ്ങനെയുണ്ട്? ഞാൻ പറഞ്ഞില്ലേ ഇത്രേ ഉള്ളൂ. ദൈവത്തെ ഒന്നും പറയല്ലേ. ഞാൻ എന്താണ് എല്ലാം കഴിഞ്ഞ് ഇനി അവളിഞ്ഞ് വരും, എല്ലാം വരും. പ്ലീറ്റയുടെ ബുദ്ധി എങ്ങനെയുണ്ട്? എന്ത് ഓടാർന്ന് നീ അവിടെ പോയിട്ട് അവന്മാട് പറഞ്ഞിട്ട് അവള് കേട്ടില്ലല്ലോ. അവൾക്ക് സ്വയം മനസ്സ് തോന്നി അവള് വന്നു. അത് പറഞ്ഞു കൊടുക്കാം. അവിടെ ഇരിക്കും പറയാ. ഈ വക്കീൽ നോട്ടീസ് യഥാർത്ഥ വക്കീൽ നോട്ടീസ് ആണെന്നാ നിങ്ങൾ വിചാരിച്ചിരിക്കണേ? അത് ഡ്യൂപ്ലിക്കേറ്റ്. എന്താ പറയണ ഒന്നും മനസ്സിലാവില്ലല്ലോ. എന്റെ അമ്മാവാ, ഞാൻ ഇവനോട് നല്ല പോലെ സംസാരിച്ചു, ഇവൻ അടുക്കുന്നില്ല. ആ പെങ്കൊച്ചിനോട് ഞാൻ സംസാരിച്ചു, അതും അടുക്കുന്നില്ല. ഇവരെ തമ്മിൽ എങ്ങനെയെങ്കിലും അടുപ്പിക്കണമല്ലോ. അപ്പം ഞാൻ എൻ്റെ ജീവിതാനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ നിന്നുണ്ടായൊരു ബുദ്ധി ഞാനിവിടെ പ്രയോഗിച്ചു, അത്രേ ഉള്ളൂ. എന്റെ ജീവിതാനുഭവം എന്താ? അത് പിന്നെ ഞാനും ഇവളും കൂടെ ഇടയ്ക്കിടയ്ക്ക് വഴക്കൂടുമ്പോൾ അപ്പോഴേക്കും എടുത്തടിച്ച പോലെ എന്താ പറയണ, വക്കീൽ നോട്ടീസ് അയക്കും, ബന്ധം ഒഴിയും, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയും. അപ്പോഴേക്കും അങ്ങ് തണുക്കും. ആരെപ്പോഴോ? അല്ല, ഞാൻ തണുക്കുവേ. പിന്നെ ഇവിടെ എന്നെ ഡൈവേഴ്സ് ചെയ്താൽ പിന്നെ തീർന്നില്ല എൻ്റെ കാര്യം. അപ്പം ആ നമ്പർ ഞാൻ പറഞ്ഞ ആളിയാ നമുക്ക് ഇവിടെ ഒന്ന് പ്രയോഗിക്കാന്ന്. അപ്പോൾ യവനെ ഇങ്ങനെ ഒന്ന് പേടിപ്പിക്കുമ്പോൾ അവള് തണുക്കൂലേ? ഇപ്പൊ തണുത്തുണ്ടല്ലോ. ഇത്രേ ഉള്ളൂ. മതി കരഞ്ഞത്, കണ്ണ് തുടക്കിനി. ചുമ്മാ കണ്ണുടച്ചേ. ആരല്ലേ അതൊക്കെ ഉണ്ടാവും. പിന്നല്ലാണ്ട് ഞാനിവിടെ വന്നിട്ട് ഇത്രയും വർഷമായി സ്വന്തം വീട് പോലെ ഞാൻ കണ്ടിട്ടുള്ളൂ. അമ്മേനെ എന്റെ സ്വന്തം അമ്മയെ പോലെ ഞാൻ കണ്ടിട്ടുള്ളൂ. അറിയാതെ
ഏട്ടന്റെ ഇഷ്ടത്തിന് മാറണമെന്ന് ഞാൻ പലതവണ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ എന്നെ കൊണ്ട് ഇത്രയൊക്കെ പറ്റുള്ളൂ. നാത്തൂനോട് എപ്പോഴെങ്കിലും എന്തെങ്കിലുമൊക്കെ ഞാൻ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ എന്താ മോനെ, അതിനിപ്പോ ആരാ നിന്നോട് ഇവിടെ പിണങ്ങിയിരിക്കണേ? കണ്ണു തടച്ചേ മതി. അമ്മ, ഏട്ടൻ ആഗ്രഹിക്കുന്ന പോലെ ആവാനൊന്നും എനിക്ക് പറ്റൂല. ഏട്ടന്റെ കൂടെ സുഖമായിട്ട് ജീവിക്കാനുള്ള യോഗ്യതയൊന്നും എനിക്കില്ല. ആരാ പറഞ്ഞ അതൊക്കെ? ഞാൻ അറിയാതെ എന്തെങ്കിലും പറഞ്ഞു വിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. എന്താണ് അത്രേ ഉള്ളൂ ഇതൊക്കെ? മോനെ ഓട്ട് സാരമില്ല, നീ വന്നല്ലേ. അമ്മാവനോടും ഞാൻ എപ്പോഴെങ്കിലും അറിയാതെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെ, വെറുതെ അമ്മാവനെ സങ്കടപ്പെടുത്തരുത്. എനിക്കൊരു മോളുണ്ടെങ്കിൽ ഞാനല്ല അവനെ കൊണ്ട് കെട്ടിക്കാം. അങ്ങനെയല്ല അന്ന് നോക്കി അവളെ ഇച്ചിരി വിഷമങ്ങൾ പറഞ്ഞു ഇവനെ തീർന്നില്ല. ഒന്നുമില്ല വെറുതെ അമ്മ. കുട്ടികളെ ഓരോന്ന് പറഞ്ഞിട്ട് അവന്റെ അവളുടെ ഉള്ളിൽ ചെറിയ വിഷമങ്ങളൊക്കെ പറയട്ടെ. ഒന്നുമില്ല മോളെ. ഇപ്പൊ എന്തായാലും ഇനിയിപ്പോ യോജിച്ചു പോവില്ലല്ലോ. എവിടെ ഒപ്പിടണ്ടെന്ന് പറഞ്ഞാ മതി, ഞാൻ ഒപ്പിടാം. എന്നെ വേണ്ടാത്തൊരു എനിക്കും വേണ്ട, അത്രേ ഉള്ളൂ. അളിയാ Alien versus Alien.